എസ്തേർ അധ്യായം 2. ദൈവമേ, നിന്റെ വേദപ്രമാണത്തിൽ അടങ്ങിയിരിക്കുന്ന അത്ഭുത കാര്യങ്ങളെ കാണുവാൻ എൻ്റെ ഉൾക്കണ്ണുകളെ പ്രകാശിപ്പിക്കണമേ. ആമീൻ. പിന്നീട് അഹശ്വേരോശ് രാജാവിൻ്റെ ക്രോധം ശമിച്ചപ്പോൾ അവൻ വാസ്തിയെയും അവൾ ചെയ്തതിനെയും അവളെ കുറിച്ച് കൽപ്പിച്ച വിധിയെയും ഓർത്തു. അപ്പോൾ സേവകന്മാരായ ഭൃത്യന്മാർ പറഞ്ഞു, രാജാവിനു വേണ്ടി സൗന്ദര്യമുള്ള യുവതികളായ കന്യകമാരെ അന്വേഷിക്കട്ടെ. രാജാവ് രാജ്യത്തിലെ സകല സംസ്ഥാനങ്ങളിലും ഉദ്യോഗസ്ഥരെ നിയമിക്കണം. അവർ സൗന്ദര്യമുള്ള യുവതികളായ സകല കന്യകമാരെയും ശേഖരിച്ചു. ശൂഷൻ രാജധാനിയിലെ അന്തപുരത്തിൽ രാജാവിൻ്റെ ഷണ്ഡനായി അന്തപുരപാലകനായ ഹേഗായിയുടെ ചുമതലയിൽ ഏൽപ്പിക്കുകയും അവർക്ക് ശുദ്ധീകരണത്തിന് വേണ്ട എല്ലാ വസ്തുക്കളും കൊടുക്കുകയും ചെയ്യണം. രാജാവിന് ബോധിച്ച യുവതി വസ്തിക്ക് പകരം രാജ്ഞിയായിരിക്കട്ടെ. ഈ കാര്യം രാജാവിനെ ഇഷ്ടപ്പെട്ടു. അവൻ അങ്ങനെ ചെയ്തു. ശൂഷൻ രാജധാനിയിൽ ബെന്യാമീന്യനായ കീശിന്റെ മകനായ ഷിമേയിയുടെ മകനായ യായീരിന്റെ മകൻ മൊർദെഖായി എന്നു പേരുള്ള ഒരു യഹൂദനുണ്ടായിരുന്നു. ബാബേൽ രാജാവായ നെബൂഖദ് നേസർ പിടിച്ചു കൊണ്ടുപോയ യഹൂദ രാജാവായ യെഖൊന്യായോടുകൂടെ കൊണ്ടുപോയിരുന്ന പ്രവാസികളുടെ കൂട്ടത്തിൽ അവനെയും യെരൂശലേമിൽ നിന്ന് കൊണ്ടുപോയിരുന്നു. അവൻ തൻ്റെ ചിറ്റപ്പൻ്റെ മകളായ എസ്തേർ എന്ന ഹദസ്തയ്ക്ക് അമ്മയപ്പന്മാരില്ലായക കൊണ്ട് അവളെ വളർത്തിയിരുന്നു. ഈ യുവതി സുന്ദരിയും സുമുഖിയും ആയിരുന്നു. അവളുടെ പിതാവും അമ്മയും മരിച്ച ശേഷം മൊർദെഖായി അവളെ തനിക്ക് മകളായി സ്വീകരിച്ചു. രാജാവിൻ്റെ കൽപ്പനയും നിശ്ചയവും പരസ്യമായപ്പോൾ അനേകം യുവതികളെ ശേഖരിച്ചു. ശൂഷൻ രാജധാനിയിൽ ഹേഗായിയുടെ വിചാരണയിൽ ഏൽപ്പിച്ച കൂട്ടത്തിൽ എസ്തേരിനെയും രാജധാനിയിലെ അന്തപുരപാലകനായ ഹേഗായിയുടെ സൂക്ഷിപ്പിൽ കൊണ്ടുവന്നു. ആ യുവതിയെ അവന് ഇഷ്ടപ്പെട്ടു. അവളോട് പ്രത്യേകത തോന്നി. അവൻ അവളുടെ ശുദ്ധീകരണത്തിന് വേണ്ടവയെയും ചെലവിന് രാജധാനിയിൽ നിന്ന് കൊടുക്കേണ്ടവയും സ്ത്രീകളിൽ ഏറ്റവും സുന്ദരികളായ 7 ബാല്യക്കാരികളെയും അവൾക്ക് വേഗം കൊടുത്തു. അവളെയും അവളുടെ ബാല്യക്കാരികളെയും അന്തപുരത്തിലെ ശ്രേഷ്ഠമായ സ്ഥലത്ത് പാർപ്പിച്ചു. എസ്തേർ തൻ്റെ ജാതിയും കുലവും അറിയിച്ചില്ല. അതറിയിക്കരുത് എന്ന് മൊർദെഖായി അവളോട് കൽപ്പിച്ചിരുന്നു. എന്നാൽ എസ്തേരിൻ്റെ സുഖവിവരവും അവൾക്ക് എന്ത് സംഭവിക്കും എന്നും അറിയേണ്ടതിന് മൊർദെഖായി പ്രതിദിനം അന്തപുരത്തിൻ്റെ മുറ്റത്തിനു മുൻപിൽ നടന്നുകൊണ്ടിരുന്നു. ഓരോ യുവതിക്ക് 12 ദിവസം സ്ത്രീകൾക്ക് വേണ്ടിയുള്ള നിയമപ്രകാരം ചെയ്തു കഴിഞ്ഞ ശേഷം 6 ദിവസം മൂർത്തൈലവും 6 ദിവസം സുഗന്ധവർഗവും സ്ത്രീകൾക്ക് ശുദ്ധീകരണത്തിന് വേണ്ടിയുള്ള മറ്റു വസ്തുക്കളും കൊണ്ട് അവരുടെ ശുദ്ധീകരണകാലം തികയും. ഓരോരുവൾക്ക് അഹശ്വേരോശ് രാജാവിൻ്റെ സന്നിധിയിൽ ചെല്ലുവാൻ തവണ വരുമ്പോൾ ഓരോ യുവതി രാജധാനിയിൽ ചെല്ലും. അന്തപുരത്തിൽ നിന്ന് രാജഗൃഹം വരെ കൊണ്ടുപോകേണ്ടതിന് അവൾ ചോദിക്കുന്ന സകലവും അവൾക്ക് കൊടുക്കുമായിരുന്നു. സന്ധ്യാസമയത്ത് അവൾ ചെല്ലുകയും പ്രഭാതകാലത്ത് രാജാവിൻ്റെ ഷണ്ഡനും വെപ്പാട്ടികളുമായ പാലകനുമായ ഗൻഗാഷ്ഗീറിൻ്റെ നോട്ടത്തിലുള്ള രണ്ടാമത്തെ അന്തപുരത്തിലേക്ക് മടങ്ങിപ്പോവുകയും ചെയ്യും.
രാജാവിന് അവളോട് താല്പര്യം തോന്നി. അവളെ പേര് പറഞ്ഞു വിളിച്ചല്ലാതെ പിന്നെ അവൾക്ക് രാജധാനിയിൽ പ്രവേശിച്ചുകൂടാം. എന്നാൽ മൊർദെഖായി തനിക്ക് മകളായി എടുത്തിരുന്ന അവന്റെ ചിറ്റപ്പൻ അബീഹയീലിന്റെ മകളായ എസ്തേരിന് രാജധാനിയിൽ ചെല്ലുവാൻ തവണ വന്നപ്പോൾ അവൾ രാജാവിന്റെ ഷണ്ഡനും അന്തപുരപാലകനുമായ ഹേഗായി പറഞ്ഞത് മാത്രമല്ലാതെ പ്രത്യേകമൊന്നും ചോദിച്ചില്ല. എന്നാൽ എസ്തേരിനെ കണ്ട എല്ലാവർക്കും അവളോട് പ്രീതി തോന്നി. അങ്ങനെ എസ്തേർ അഹശ്വേരോശ് രാജാവിന്റെ വാഴ്ചയുടെ 4-ാം ആണ്ട് പോലൂർ പോയി മാസമായ 10-ാം മാസത്തിൽ രാജധാനിയിൽ അവന്റെ അടുക്കിലേക്ക് ചെന്നു. രാജാവ് എസ്തേരിനെ എല്ലാ സ്ത്രീകളെക്കാളും അധികം സ്നേഹിച്ചു. എല്ലാ കന്യകമാരിലും അധികം കൃപയും പ്രത്യേകതയും അവളോട് തോന്നിയിട്ട് അവൻ രാജകിരീടം അവളുടെ തലയിൽ വച്ചു. അവളെ വസ്തിക്ക് പകരം രാജ്ഞിയാക്കി. രാജാവ് തന്റെ സകല പ്രഭുക്കന്മാർക്കും ഭൃത്യന്മാർക്കും എസ്തേരിൻ്റെതായിട്ട് ഒരു വലിയ വിരുന്ന് കഴിച്ചു. അവൻ സംസ്ഥാനങ്ങൾക്ക് ഒരു വിമോചനവും കൽപ്പിച്ചു. രാജപദവിക്കനുസരിച്ച് സമ്മാനങ്ങളും കൊടുത്തു. 2-ാം പ്രാവശ്യം കന്യകമാരെ ശേഖരിച്ചപ്പോൾ മൊർദെഖായി രാജാവിന്റെ വാതിൽക്കലിരുന്നിരുന്നു. മൊർദെഖായി നിർദ്ദേശിച്ചതുപോലെ എസ്തേർ തന്റെ കുലവും ജാതിയും അറിയിക്കാതെ ഇരുന്നു. എസ്തേർ മൊർദെഖായിയുടെ അടുക്കൽ വളർന്നപ്പോഴത്തെ പോലെ തുടർന്നും അവന്റെ കൽപ്പന അനുസരിച്ചു പോന്നു. ആ കാലത്ത് മൊർദെഖായി രാജാവിന്റെ വാതിൽക്കൽ ഇരിക്കുമ്പോൾ വാതിൽ കാവൽക്കാരിൽ രാജാവിന്റെ 2 ഷണ്ഡന്മാരായ ബഗ്താനും തേരെഷും മത്സരിച്ച് അഹശ്വേരോശ് രാജാവിനെ കയ്യേറ്റം ചെയ്യുവാൻ തക്കം അന്വേഷിച്ചു. മൊർദെഖായി കാര്യം അറിഞ്ഞ് എസ്തേർ രാജ്ഞിക്ക് അറിവ് കൊടുത്തു. എസ്തേർ അത് മൊർദെഖായിയുടെ നാമത്തിൽ രാജാവിനെ ഗ്രഹിപ്പിച്ചു. അന്വേഷണം ചെയ്തപ്പോൾ കാര്യം സത്യമെന്ന് കണ്ട് അവരിൽ 2 പേരെയും കഴുവിന്മേൽ തൂക്കിക്കൊന്നു. ഇത് രാജാവിന്റെ ദിനവൃത്താന്ത പുസ്തകത്തിൽ എഴുതി വെച്ചു. ദൈവമേ, സ്തുതി നിനക്ക് യോഗ്യമാകുന്നു. പാർക്കുമോർ.